How are you all? Children, are you all okay? Everybody is fine, right? Yes. Yeah, today we are having Hindi class, right? Yes. Yes. So shall we start the class? Okay. Okay. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ? Yes. Yes. So എല്ലാവരും ബുക്കൊക്കെ നോട്ടൊക്കെ എടുത്തിട്ടില്ലേ? Yes. Yes. Okay. So what we were studying, നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? Poem. Yes. What poem? എന്തായിരുന്നു പോയത്തിന്റെ പേര്? कांटों में राह बनाते हैं. നമ്മളിപ്പോ രണ്ട് സ്റ്റാൻസ പഠിച്ചു കഴിഞ്ഞു അല്ലേ? One more stanza is there. So we will finish the poem today, okay? Yes. നമ്മൾ ഇതുവരെ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താലോ? Yes. Okay. So I'll read the poem. मैं अभी पहले जो दो स्टैंजा हमने जो पढ़ा है अभी तक, तो मैं एक बार फिर पढ़ती हूँ, ठीक है? आप लोग ध्यान से सुनिए, ठीक है? Yes. पोएम किसने लिखा है? किसने लिखा है? मैंने मर्द हो श्री रामदारी सिंह दिनकर अल्ले Yes. എല്ലാരും മറന്നുപോയോ? No. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് അൺമ്യൂട്ട് ചെയ്യോ അവിടുന്ന്? ഞാൻ ആദ്യം ജസ്റ്റ് അത് ഈ ക്ലാസ് തുടങ്ങുമ്പോ ഞാൻ മ്യൂട്ട് ചെയ്തോളാം ഇവിടുന്ന്. Yes. ഓക്കെ. സോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. सो कांटों में राह बनाते हैं, ये पोएम किसने लिखा है? श्री रामदारी सिंह दिनकर, है ना? तो सच है विपत्ति जब आती है, कायर को ही दहलाती है, सुरमा नहीं विचलित होते हैं, क्षण एक नहीं धीरज खोते हैं, दुश्मनों को गले लगाते हैं, कांटों में राह बनाते हैं, है कौन विघ्न ऐसा जग में, टिक सके आदमी के मग में, खम ठोक ठेलता है जब नर, पर्वत के जाते पांव उखड़, मानव जब जोर लगाता है, पत्थर पानी बन जाता है. हमने यहाँ तक पढ़ा है ना, दो स्टैंजा हमने यहाँ तक पढ़ा था पिछले क्लास में. तो जो लास्ट स्टैंजा है पोएम का, आज हम वही पढ़ेंगे, ठीक है ना? तो हम पढ़ रहे थे पार्ट 1 कांटों में राह बनाते हैं. तो बच्चों पार्ट 1 कांटों में राह बनाते हैं, ये कविता श्री रामदारी सिंह दिनकर जी ने लिखा हुआ है. तो हम अभी लास्ट स्टैंजा पढ़ना बाकी है, तो आज हम वो पढ़ेंगे, ठीक है? तो टीचर अभी पढ़ने जा रही है, आप तो सब लोग ध्यान से सुनिए. गुण बड़े एक से एक प्रखर, है छिपे मानवों के भीतर, मेहंदी में जैसे लाली हो, वर्तिका बीच उजियाली हो, बत्ती जो नहीं जलाता है, रोशनी नहीं वह पाता है. सो अभी हम देखेंगे लास्ट स्टैंजा में कवि क्या बोलना चाह रहे हैं, ठीक है ना? तो कवि का कहना ये है, गुण बड़े एक से एक प्रखर, हे चिपे मानवों के भीतर. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മനുഷ്യരുടെ ഉള്ളിലും പല പ്രകാരത്തിലുള്ള ഗുണങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. है ना? गुण बड़े एक से एक प्रखर, हे छिपे मानवों के भीतर. പ്രഖർ എന്ന് പറഞ്ഞാൽ എന്താണ്?
തീവ്ര. സോ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലും പല വിധത്തിലുള്ള ഗുണങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. सो उसके बाद कवि क्या बोल रहे हैं, मेहंदी में जैसे लाली हो വർത്തിക ബീച്ച് ഉജിയാലി ഹോ. സോ മനുഷ്യരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. ലൈക്ക് അതിനൊരു എക്സാമ്പിൾ കവി പറയുകയാണ്, ജേസെ മെഹന്തി മേ ലാലി ഹോ. മെഹന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈലാഞ്ചി. തലയിലൊക്കെ കയ്യിലും തലയിലൊക്കെ ഇടില്ലേ മൈലാഞ്ചി. മൈലാഞ്ചി കാണാൻ എങ്ങനെയായിരിക്കും? പച്ച കളറിലായിരിക്കില്ലേ? വെളിയിൽ നോക്കുമ്പോ പച്ച കളറിലായിരിക്കും, പക്ഷെ അതിന്റെ ഉള്ളില് ഒളിച്ചിരിപ്പുണ്ട്. ഏത് കളറ്? റെഡ് കളർ അല്ലേ? മെഹന്തി നമ്മൾ അരച്ച് അത് കയ്യിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് എന്താ വരിക? റെഡ് കളർ വരും. അതുപോലെ മെഹന്തി ജേസെ ദിഖ്നെ മേ ഹരാ ഹോഗ. മെഹന്തി വെളിയിൽ നിന്ന് കാണുമ്പോൾ പച്ച കളറിലായിരിക്കും, പക്ഷെ അതിനുള്ളില് ഒരു ചുവപ്പ് നിറം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ വർത്തിക ബീച്ച് ഉജിയാലി ഹോ. വർത്തിക എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വാല, തീയുടെ ഫ്ലെയിം. ഫ്ലെയിം നമ്മൾ കാണുന്ന മാതിരിയല്ല, പക്ഷെ അത് തെളിഞ്ഞു കഴിയുമ്പോൾ ഇത് ചുറ്റിനും പ്രകാശം പരത്തും അല്ലേ? ഒരു ഫ്ലെയിം തീ നമ്മൾ ജ്വാലയാക്കി കഴിയുമ്പോൾ ജ്വാല ഒരു യെല്ലോ കളറിൽ നമുക്ക് കാണാം, പക്ഷെ അതിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് ചുറ്റുപാടും നമ്മള് പ്രകാശപൂരിതമാക്കും അല്ലേ? അതുപോലെ മെഹന്തി മേ ജേസെ ലാലി ഹോ, മൈലാഞ്ചിയിൽ ചുവപ്പ് നിറം ഒളിച്ചിരിക്കുന്നത് പോലെ വർത്തിക ബീച്ച് ഉജിയാലി ഹോ, ജ്വാലയുടെ ഉള്ളില് പ്രകാശം ഒളിഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഓരോ മനുഷ്യരിലും പല വിധത്തിലുള്ള ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? सो उसके बाद कवि क्या बोलना चाह रहे हैं, बत्ती जो नहीं जलाता है रोशनी वही नहीं पाता है. സോ നമ്മള് ബത്തി, അതായത് ബത്തി എന്ന് പറഞ്ഞാൽ തീ ജ്വാല. ജ്വാല ഐ മീൻ എന്താണ്, വിളക്കെന്ന് പറയില്ലേ, തിരി എന്ന് പറയില്ലേ, ബത്തി. തിരി തന്നെത്താനെ തെളിഞ്ഞാൽ മാത്രമേ ചുറ്റും പ്രകാശം പരത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മനുഷ്യർ കഠിനമായി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. കവി का कहना है कि आपके रास्ते में बहुत सारे कांटे होंगे, लेकिन आपको घबराना नहीं, हिम्मत से काम लेना है और आगे बढ़ना है. तो गुण बड़े एक से एक प्रखर है छिपे मानवों के भीतर. മനുഷ്യരുടെ ഉള്ളിൽ ഒരുപാട് ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എങ്ങനെയാണ്? കവി എക്സാമ്പിൾ ബോൾ റേ, മെഹന്തി മേ ജേസെ ലാലി ഹോ, മൈലാഞ്ചിയുടെ ഉള്ളിൽ റെഡ് നിറം ഒളിഞ്ഞിരിക്കുന്നത് പോലെ വർത്തിക ബീച്ച് ഉജിയാലി ഹോ, ജ്വാലയുടെ ഉള്ളില് പ്രകാശം നിറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സോ ബത്തി ജോ നഹി ജലാത്താ ഹേ റോഷ്നി നഹി വഹ് പാത്താ ഹേ. അതായത് ഒരു തിരി സ്വന്തമായിട്ട് കത്തിയാൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്നുള്ള പ്രകാശം ചുറ്റിനും പരത്തുകയുള്ളൂ. അതുപോലെ മനുഷ്യർ സ്വയം അവനവന്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരിലേക്ക് അവന് പ്രകാശം പരത്താൻ സാധിക്കുകയുള്ളൂ. സോ കവിനെ यहाँ पे दो एग्जाम्पल दिया है मेहंदी और वर्तिका के बारे में. जैसे വർത്തിക മെഹന്തി മേ ജैसे ലാലി ഹോ, മെഹന്തിയുടെ ഉള്ളിൽ റെഡ് കളർ ഒളിച്ചിരിക്കുന്നത് പോലെ ജ്വാലയുടെ ഉള്ളിൽ പ്രകാശം ഒളിച്ചിരിക്കുന്നത് പോലെ ഓരോ മനുഷ്യരിലും പല വിധത്തിലുള്ള ഗുണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സോ മനുഷ്യർക്ക് ആ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള മനുഷ്യരിലേക്കും പ്രകാശം പരത്താൻ സാധിക്കുകയുള്ളൂ. सो अभी यहाँ पे सब लोग स्क्रीन देख पा रहे हैं ना? सो यहाँ पे कवि क्या कहना चाह रहे हैं, ये जो लास्ट लाइन का समरी मैंने यहाँ पे दिया हुआ है, तो कवि का कहना ये है, मानव में उनके गुण टिक उसी प्रकार छिपे हुए रहते हैं. मानव में उनके गुण टिक सके और उसी प्रकार छिपे हुए रहते हैं जैसे मेहंदी में लालिमा और दीपक की बाती में प्रकाश. മെഹന്തി മേ ലാലിമ, മെഹന്തിയുടെ ഉള്ളിൽ ലാലിമ എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് കളർ ഒളിച്ചിരിക്കുന്നത് പോലെ. ഓർ ദീപക് കി ബാത്തി മേ പ്രകാശ്, അതായത് വിളക്കിന്റെ തിരിയിൽ പ്രകാശം ഒളിഞ്ഞിരിക്കുന്നത് പോലെ മാനവ് മേ അനേക് ഗുൺ ടിക്കെ ഹേ ഉസി പ്രകാർ छिपे हुए रहते जैसे मेहंदी में लालिमा और दीपक की बाती में प्रकाश. जो व्यक्ति यही बाती नहीं जलाता, സോ അവനവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ തെളിയിച്ചാൽ മാത്രമേ ഉള്ളൂ. ഉസി പ്രകാർ കബി പ്രകാശ് നഹി മിൽത്ത. സോ അതിനെ തെളിയിച്ചാൽ മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്താൻ സാധിക്കുകയുള്ളൂ. സോ കവി കാ ആശയ യഹി ഹൈ കി ജോ ഹിമ്മത്ത് സെ കാം നഹി ലേത്ത ഉസെ കുച്ച് ഭി നഹി മിൽത്ത. സോ മനുഷ്യര് ധൈര്യപൂർവം
കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവന് ജീവിതത്തിൽ ഒന്നും लक्ष्यम कईवरिക്കാൻ സാധിക്കില്ല. सो मानव में अनेक गुण टिके हैं, उसी प्रकार छिपे हुए रहते हैं, जैसे मेहंदी में लालिमा और दीपक की बाती में प्रकाश. जो व्यक्ति यही बाती नहीं जलाता उसे कभी प्रकाश नहीं मिलता. तो कवि का कहना ये है कि जो हिम्मत से काम नहीं लेता है उसे कुछ भी नहीं मिलता है. सो बच्चों, मुझे सब लोग को समझ में आ गया? सो എല്ലാവരും ഒന്ന് അവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യൂ. ചെയ്തു. ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് എല്ലാരും കണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മളിപ്പോ ബുക്കിന്റെ പോയം കാട്ടോമേ രാഹ് ബനാത്തയുടെ ലാസ്റ്റ് സ്റ്റാൻസ് ആണ് ഇന്ന് പഠിച്ചത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ ഞാൻ എന്താ പറഞ്ഞെന്ന്? നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കൂ. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ അതിനകത്ത് പഠിച്ചതിനകത്ത് ഇപ്പം ഇതിന്റെ സമ്മറിയാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ലാസ്റ്റ് സ്റ്റാൻസയുടെ അർത്ഥമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? तो क्या कवि क्या कहना चाह रहे हैं? मानव में अनेक गुण उसी प्रकार छिपे हुए रहते हैं. മനുഷ്യരില് ഒരുപാട് ഗുണങ്ങള് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, ജैसे എക്സാമ്പിൾ കവി പറയുന്നത് जैसे मेहंदी में लालिमा और दीपक की बाती में प्रकाश. മൈലാഞ്ചിയില് ചുമന്ന നിറം ഒളിഞ്ഞു കിടക്കുന്നത് പോലെ, അതുപോലെ വിളക്കിന്റെ തിരിയില് പ്രകാശം ഒളിഞ്ഞു കിടക്കുന്നത് പോലെ ഓരോ മനുഷ്യരിലും ഓരോ ഗുണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. വ്യക്തി സോ ഓരോ മനുഷ്യരും ഈ ഗുണങ്ങളെ തെളിയിച്ചില്ലെങ്കിൽ, അതായത് ഓരോ മനുഷ്യരിലും ഒളിഞ്ഞു കിടക്കുന്ന ഗുണം എന്താണെന്ന് അവനവൻ തിരിച്ചറിയണം. സോ ഉസേ കബി പ്രകാശ്, ഇത് ഈ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ തെളിയിച്ചില്ലെങ്കിൽ ഓരോ മനുഷ്യരും അവനവന്റെ ജീവിതത്തില് ഒന്നും നേടാൻ സാധിക്കുകയില്ല. ജോ വ്യക്തി बात चलाता उसे कभी प्रकाश नहीं मिलता. तो कवि का कहना ये है कि जो हिम्मत से काम नहीं लेता है उसे कुछ भी नहीं मिलता है. മനസ്സിലാവുന്നുണ്ടോ ആശയം കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്? ഇതൊന്ന് എഴുതിയെടുത്തോളൂ. മൂന്നാമത്തെ സ്റ്റാൻസയുടെ അർത്ഥമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന് എഴുതിയെടുത്തോളൂ. എല്ലാരും എഴുതി കഴിഞ്ഞോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. ഓക്കെ, എല്ലാവർക്കും ഞാൻ അൺമ്യൂട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മിഥുന് മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? എല്ലാരും അവരവരുടെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യൂ. അനശ്വര ഓക്കെ. എല്ലാരും ഇത് എഴുതിയെടുത്തോ? ഈ സമ്മറി എഴുതിയെടുത്തോ? എഴുതിയെടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് പുതിയ വേർഡ്സ്, നമ്മൾ ഈ സ്റ്റാൻസിൽ പഠിച്ചത് പുതിയ വേർഡ്സ് ഏതാണെന്ന് നോക്കാം. നമുക്ക് എല്ലാരും എഴുതിയെടുത്ത് കഴിഞ്ഞോ? നമ്മൾ ഇന്ന് ലാസ്റ്റ് സ്റ്റാൻസിൽ പഠിച്ച് വേർഡ്സിന്റെ അർത്ഥമാണ് പ്രഖർ. നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാൻസിൽ പഠിച്ചില്ലേ, ഗുൺ ബഡ ഏക് സേ ഏക് പ്രഖർ. പ്രഖർ എന്ന് പറഞ്ഞാൽ എന്താ? തീവ്രമായ. പല മനുഷ്യരിലും പല ഗുണങ്ങൾ തീവ്രമായി ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലെ? പ്രഖർ മാനെ തീവ്ര. ഓക്കെ, उसके बाद है छिपे മാനവ് കെ ഭീതർ. മാനവ് കെ ഭീതർ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ ഉള്ളിൽ. ഭീതർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അറിയില്ലേ ഭീതർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? മെഹന്തി മേ ജैसे ലാലി ഹോ. മെഹന്തി എന്ന് പറഞ്ഞാൽ എന്താണ്?
മൈലാഞ്ചി അല്ലേ? സോ മെഹന്തി അറിയാൻ പാടില്ലെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. പുതിയ വേർഡ്സ് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. പ്രഖർ മാനെ തീവ്ര, മെഹന്തി മേ ജैसे ലാലി ഹോ, മൈലാഞ്ചിയില് ചുവപ്പ് നിറം ഒളിഞ്ഞു കിടക്കുന്നത് പോലെ. उसके बाद क्या है, വർത്തിക ബീച്ച് ഉജിയാല ഹോ, വർത്തിക മാനെ ലോ, ലോ മത്ലബ് ഫ്ലെയിം, ജ്വാല. നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളൂ. വർത്തിക മാനെ ലോ, ഹിന്ദി में लो बोलते हैं और मलयालम में ज्वाला അല്ലെങ്കിൽ ഫ്ലെയിം. ഓക്കെ, വർത്തിക ബീച്ച് ഉജിയാലി ഹോ. ഉജിയാലി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം. അറിയാൻ പാടില്ലെങ്കിൽ എഴുതിക്കോളൂ, പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ നേരത്തെ. വർത്തിക ബീച്ച് ഉജിയാലി ഹോ, तो बत्ती जो नहीं जलाता है. സോ എന്താണ്? ആ ഗുണം എന്ന തിരിയെ നിങ്ങൾ തെളിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തില് ഒന്നും നേടാൻ സാധിക്കുകയില്ല. അവനവന്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. കവി കാ कहना ये है. ഓക്കെ, എല്ലാരും എഴുതിയോ? നമുക്ക് ഈ മുഴുവൻ പോയത്തിന്റെ ഈ കണ്ടന്റ് എന്താണ്, നമുക്ക് എന്താണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു ആദ്യം ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ഒന്നും കൂടെ പറയാം. ഓക്കെ, സോ रामधारी सिंह दिनकर द्वारा एक प्रसिद्ध सुंदर कविता है, कांटों में राह बनाते हैं. ओके, सो इस कविता में कवि श्री रामधारी सिंह दिनकर जी ने ये वर्णन किया है कि किस प्रकार विपत्ति में वीर पुरुष साहस से काम लेते हैं और कभी हिम्मत नहीं हारते, वो कोशिश करते ही रहते हैं. सो कवि का कहना है, कवि എന്താ പറയുന്നത്, किस प्रकार वीर पुरुष ധൈര്യശാലികള് എങ്ങനെയാണ് ഹിമ്മത് സെ കാം ലേത്തെ, ധൈര്യപൂർവ്വം എങ്ങനെയാണ് അവനവന്റെ ജീവിതത്തില് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, तो हिम्मत से पुरुष साहस से काम लेते और कभी हिम्मत नहीं हारते, वो कोशिश करते ही रहते, कभी ധൈര്യം വിടില്ല, എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, वीर बड़ी से बड़ी मुसीबत का सामना डट कर करते हैं. तो ധൈര്യശാലികൾ എങ്ങനെയാണ്, എത്ര വലിയ കഷ്ടതകൾ ജീവിതത്തിൽ വന്നാലും അവർ ധൈര്യപൂർവ്വം അതിനെ നേരിടും. तो वह कायरों की तरह विपत्तियों से पीछे नहीं हटते. അവര് എന്താണ്, പേടിത്തൊണ്ടന്മാരെ പോലെ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ പുറകോട്ട് മാറില്ല, അവർ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, अपनी मंजिल को प्राप्त करने के लिए कुछ भी कर गुजरते हैं. അവർ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി. ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടോ? ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ അവിടുന്ന്? ഓക്കെ, അസ്ലാം, ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടോ? ഇടയ്ക്ക് കണ്ടു പോയത് കൊണ്ടാണ്. ഇപ്പൊ നമ്മള് അതിന്റെ സാധനം പോയിക്കൊണ്ടിരുന്നതാണ് അല്ലേ? സോ എന്താണ് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? മുസീബത്ത് കാ സാമന ഡട്കർ കർത്തേ ഹേ നാ. ഞാൻ ഇതിന്റെ ഈ PPT നമ്മുടെ വീഡിയോ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ, ആർക്കെങ്കിലും കാണാതെ ഇടയ്ക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കാണാം. ഓക്കെ, ഇന്ന് കറണ്ടിന്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, അതെങ്കിൽ ഏതെങ്കിലും പോർഷൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെബ്സൈറ്റിൽ കാണാം. ഓക്കെ, सो कवि का कहना है कि विपत्तियों का सामना करो तभी तुम उनको हरा पाओगे. കവി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങള് ജീവിതത്തിലെ പ്രോബ്ലങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ധൈര്യപൂർവ്വം നേരിടുന്നെങ്കിൽ എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ എന്താ कवि का कहना है कि विपत्तियों का सामना करो तभी तुम उनको हरा पाओगे. सो श्री रामधारी सिंह दिनकर जी द्वारा लिखा हुआ कांटों में राह बनाते कविता हम पढ़ रहे थे. सो हमने वो चैप्टर 1 खत्म किया है. तो आप लोगों को कोई डाउट है तो मेरे से पूछ सकते हो, ठीक है? सो सब लोग बुक लेके पढ़िए और उसके बाद जो सारांश मैंने लिखा है उसको देखिए और पोएम समझने की कोशिश करिए. ओके, तो कोई डाउट है तो अगले क्लास में आप पूछ सकते हैं. ओके चिल्ड्रन, बाय.